എന്തിനാടാ ഇങ്ങനെ പഠിച്ചിട്ട്? ഇങ്ങനെ പഠിച്ചാൽ പാസ്സാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Why are you studying so hard? എന്തിനാടാ മക്കളെ നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ പഠിക്കുന്നത്? പഠനം വളരെ സിമ്പിളാണ്. അതങ്ങനെ എടുക്കുന്നവർക്ക് മാത്രം കേട്ടോ. നമുക്കറിയാം നമ്മൾ എന്തായാലും ഒരു എക്സാം ഫേസ് ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടി ഫോക്കസ് ചെയ്യണം അല്ലേ? അങ്ങനെ ഫോക്കസ് വരാൻ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഉണ്ടാക്കുന്ന ആ സ്റ്റഡി പ്ലാനിൽ എന്തൊക്കെയാണ് വേണ്ടത്? എന്താണ് ഈ സ്റ്റഡി പ്ലാൻ? നമുക്കറിയാം ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എക്സാമിന് വരുന്ന എല്ലാ സബ്ജക്റ്റുകളും 1 by 1 ആയി നമ്മൾ എഴുതി വെക്കുക. അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളും നമ്മൾ എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ച ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതിൽ ടിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ കൊടുത്തോ അടയാളപ്പെടുത്തി കൂടെ പോവുക. അങ്ങനെ വരുമ്പോൾ അടുത്ത ദിവസം നമ്മൾ ആ ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്താണ് പഠിച്ചു കഴിഞ്ഞു, ഇനി ഇത്രയും കാര്യങ്ങൾ കൂടെ എനിക്ക് പഠിക്കാനുണ്ട്. ഇനി ഒന്നും പഠിക്കാത്തൊരു കുട്ടിക്കാണെങ്കിലോ ആ കുട്ടി ആ ഒരു കാർഡ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും എന്ത്, എനിക്ക് ഇത്ര കൂടെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഞാൻ ഒരുപാട് സമയം കൂടെ എന്താണ് ഈ ഒരു സ്റ്റഡിക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട് എന്ന കാര്യം. ഇനി അടുത്തൊരു മെയിൻ പോയിന്റ് ആണ് എന്ത്, നമുക്ക് പഠിക്കാൻ ഏറ്റവും വേണ്ടത് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. എന്താണ് ഈ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ? എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ എവിടെ ഇരുന്ന് പഠിച്ചാലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ആയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ള കാര്യം. മറ്റൊരാൾ പറഞ്ഞു തന്നാൽ നീ ഇവിടെ ഇരുന്ന് പഠിക്കി അല്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് പഠിക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം നമ്മൾ കംഫർട്ട് ആയിരിക്കില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്? നമുക്കറിയുന്ന സ്ഥലത്ത് അല്ലേ, നമ്മൾ കോൺഫിഡന്റ് ആയിട്ടുള്ള സ്ഥലത്ത്, കംഫർട്ട് ആയിട്ടിരുന്ന സ്ഥലത്ത് പോയിരുന്ന് പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ നമ്മൾ ബ്രേക്ക് എടുത്തുകൊണ്ട് പഠിക്കുക. ഒരു ദിവസം നമ്മൾ എന്തായാലും ഒരു 3 മണിക്കൂറോ 2 മണിക്കൂറോ പഠനത്തിന് വേണ്ടി എന്തായാലും മാറ്റിവെക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് പോകാതെ എങ്ങനെ പോകാം? പാർട്ടായി ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ കൊടുത്ത്. ഇപ്പൊ പഠിക്കുകയാണെങ്കിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സോഷ്യൽ എന്നീ ടഫ് സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ മാത്സ് പഠിക്കുകയാണെങ്കിൽ ആ ഒരു മാത്സിന്റെ ഇടയ്ക്ക് ഒരു ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പഠിക്കുക? ഹിന്ദിയോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളത്തിലെയോ കവിതയോ കഥയോ ഒക്കെ ഒന്ന് വായിച്ച് മൈൻഡിനെ റിലാക്സ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മാത്സ് പഠിച്ചു, നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ലാംഗ്വേജസ് പഠിച്ചു, വീണ്ടും തിരിച്ച് മാത്സിലേക്കോ അല്ലെങ്കിൽ സോഷ്യലിലേക്കോ ടഫ് സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ മൈൻഡ് ക്യൂരിയസ് ആയിരിക്കും. എന്തിനു വേണ്ടിയിട്ട്? പുതിയൊരു സബ്ജക്റ്റ്, ഇനി ഏത് സബ്ജക്റ്റാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, അതിനുവേണ്ടി മൈൻഡ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇനി ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ ബ്രേക്ക് എടുത്ത് പഠിക്കണം എന്നുള്ള കാര്യം. അങ്ങനെ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നമ്മുടെ മൈൻഡ് എപ്പോഴും ഫ്രഷ് ആയി കിട്ടും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു ചടപ്പ് വരും അല്ലേ? നമുക്ക് എല്ലാവർക്കും വരുന്ന കാര്യമാണ്, ഇല്ലാന്നൊന്നും ആരും പറയണ്ട. എങ്ങനെയാണത് വരിക? ഇപ്പൊ മലയാളം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ മലയാളം തന്നെ വായിക്കുമ്പോൾ നമുക്ക് ഇനി ഇത് മതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ബുക്കൊക്കെ മടക്കി വെച്ച് അവിടെ നിന്നിട്ട് പോകും അല്ലേ? അങ്ങനെ ചെയ്യാതെ ഒരു 1/2 മണിക്കൂർ മലയാളം വായിക്കാം. അതിനുശേഷം 10 മിനിറ്റ് ഒന്ന് നടക്കുക, കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക. ആ സമയത്ത് ഫോണോ അല്ലെങ്കിൽ മറ്റ് ഡിസ്ട്രാക്ഷൻസിലേക്കോ പോകരുത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക? അങ്ങനെ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് വീണ്ടും തിരിച്ച് നമ്മുടെ സ്റ്റഡി ടേബിളിലേക്ക് തന്നെ വരിക. അങ്ങനെ വന്നിട്ട് നമ്മൾ അടുത്ത സബ്ജക്റ്റ് അത് പഠിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബോറിംഗ് ഇല്ലാതെ പഠിച്ചെടുക്കാൻ സാധിക്കും. ഇനി എനിക്ക് പറയാനുള്ള അടുത്ത ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിക്കുന്ന സമയത്ത് നമ്മൾ വിഷ്വൽ റിമൈൻഡേഴ്സ് യൂസ് ചെയ്യാം. എന്താണ് ഈ വിഷ്വൽ റിമൈൻഡേഴ്സ്? നമ്മൾ ഓൾറെഡി പഠിക്കുകയാണ്, പഠിക്കാൻ നമ്മൾ സ്റ്റഡി പ്ലാൻ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഇന്ന് ഇതൊക്കെയാണ് എൻ്റെ ടാർഗറ്റ്. അതായത് ഇപ്പൊ കണക്ക്, ഇംഗ്ലീഷ്, സോഷ്യല്, ഇന്നതിൽ ഇത്ര ചാപ്റ്റേഴ്സിന്റെ പേരൊക്കെ എഴുതി വെക്കുക. അത് നമ്മൾ കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഓർമ്മ വരും, അയ്യോ ഇന്ന് ഇത്രയൊക്കെ എനിക്ക് പഠിക്കാനുണ്ടല്ലോ, അപ്പൊ ഞാൻ വേറെ കാര്യങ്ങളൊന്നും പോകരുത്, എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചാലൊന്നും ഞാൻ പോകരുത് അല്ലേ, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു സാധനം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഫ്രണ്ട്സിനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ഫ്രണ്ട്സിനെ നമ്മൾ തള്ളിക്കളയൊന്നും വേണ്ട. കാരണം എന്താണ്, നമുക്ക് ഫ്രണ്ട്സ് ഉപകാരികളും കൂടിയാണ്. കാരണം ഈ ഗ്രൂപ്പ് സ്റ്റഡി എന്നൊരു സാധനമുണ്ട്, പിയർ ഗ്രൂപ്പ് സ്റ്റഡി. നമ്മളെ ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ എന്താണ്, അവരൊത്തൊരുമിച്ച് പഠിക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഡെഫിനിഷൻ പറയാണ്, അതെനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു കൗണ്ടർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ടോ മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു കാര്യം കണക്ട് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു ഡെഫിനിഷൻ ഓർത്ത് വെക്കാൻ പറ്റും. ഇതാണ് ഫ്രണ്ട്സിനെ കൊണ്ടുള്ള മറ്റൊരു ഗുണം അല്ലേ? അപ്പൊ നമ്മൾ ഈ ഫ്രണ്ട്സിനെ എപ്പോഴും കുറ്റം പറയാൻ പാടുണ്ടോ?
അതും പാടില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു. സ്റ്റഡി പ്ലാൻ വെച്ചു, എല്ലാ ദിവസവും പഠിച്ചു, കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയി. എക്സാമിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുന്നെയോ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നിങ്ങൾ പെട്ടു അല്ലേ? അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ അല്ലേ? നമ്മൾ മെന്റലി ഫിസിക്കലി ഒക്കെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള സമയമായിരിക്കും. മെന്റലി നമ്മൾ എങ്ങനെയാ സ്ട്രെസ് ആവുക? എക്സാമിന്റെ സമയത്ത് പാരന്റ്സിന്റെ വകയും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ വകയും ടീച്ചേഴ്സിന്റെ വകയും ഒക്കെ നമുക്ക് കുറച്ച് പ്രഷറൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതൊന്നും വലിയതായിട്ട് മൈൻഡ് ചെയ്യാതെ നമ്മൾ പഠിക്കുക അല്ലെ? ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പഠിച്ചാൽ മാത്രം മതി. അപ്പോൾ എനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിൽക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റും. കൂടെ നന്നായിട്ട് വെള്ളവും കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധിച്ച് സെറ്റായിട്ട് പഠിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോ ആയിട്ട് ഏകൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.